തിരുസഭ 86. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുലിഖിതമാണ്. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു. കർത്താവ് ഒരു ബലിയൊരുക്കിയിരിക്കുന്നു, തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ ആസന്നമായ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു വരവിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുമുണ്ട്. എന്നാൽ ഒരുപക്ഷേ നമ്മൾ മനസ്സിലാകാതെ പോകുന്ന സത്യപ്രകാരമാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്ന സത്യം. ജീവിതത്തിൽ ഒരുപാട് തിരക്കോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ്. ജീവിതത്തിൽ പലതും ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് വിശ്രമിക്കാൻ സമയമില്ലാതെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടി നടക്കുന്ന മക്കളാണ് കൂടുതലും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഇപ്രകാരമാണ്: ഈ ലോകത്തിൻ്റേതായ തിരക്കുകൾപ്പെട്ട് ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്ക് പുറമെ ഒരുപാട് നന്മ ചെയ്തൊക്കെയാണെങ്കിൽ പോലും ഓടി നടക്കുമ്പോൾ കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ മറന്നു പോകരുതേ എന്ന ഒരു സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് സെഫാനിയ പ്രവാചകനിലൂടെ നമുക്ക് നൽകുകയാണ്. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ 2-ാമത്തെ വരവുണ്ടെന്നും അതേത് സമയവും സംഭവിക്കാമെന്നും കർത്താവ് 2-ാമത്തെ വരവിൽ നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി കടന്നു വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരായി കാണണം എന്നും പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്: നിങ്ങൾ നിശബ്ദരായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക എന്ന്. സഹോദരങ്ങളെ, ഈ വചനം നമ്മെ എന്ന് വിളിക്കുന്നത് ദൈവസന്നിധിയിൽ അല്പനേരം നിശബ്ദമായിരുന്നു കൊണ്ട് ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുവാനാണ്. എൻ്റെ ജീവിതത്തിൽ തിരക്കിന് പുറമെ ഞാൻ ഓടി നടക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഓടി നടക്കുമ്പോൾ, കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ജോലി മേഖലയുടെ ഉത്തരവാദിത്തങ്ങൾ, സമൂഹ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, സഭയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ തിരക്കായിട്ട് ഓടി നടക്കുമ്പോൾ ദൈവസന്നിധിയിൽ അല്പനേരം നിശബ്ദമായിരുന്ന് എൻ്റെ നിത്യരക്ഷയെക്കുറിച്ച് ആലോചിക്കുവാനോ ഒരുങ്ങുവാനോ നിത്യരക്ഷയ്ക്ക് വേണ്ടി എപ്രകാരം ഒരുങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശങ്ങൾ ഏറ്റെടുക്കുവാനോ അതനുസരിച്ച് എൻ്റെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു, അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി നിശബ്ദമായിരുന്ന് ഒരുങ്ങുക എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മെയ് മാസം പരിശുദ്ധ അമ്മയുടെ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എല്ലാ ദിവസവും ദൈവത്തിന് വേണ്ടി ദൈവത്തെ പ്രീതിപ്പെടുത്തി ഒരുങ്ങിയതുപോലെ ഒരുങ്ങുവാൻ നമ്മളെ ഇന്ന് തിരുസഭ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആസന്നമായ വരവിന് ഒരുക്കമുള്ളവരായിരിക്കുവാൻ ഇന്ന് ദൈവസന്നിധിയിൽ നിശബ്ദരായിരുന്ന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒരുങ്ങുവാനുള്ള ഈ വിളി നമ്മൾ സ്വീകരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്: കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു. കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഒരുപക്ഷേ ഒരു ശുദ്ധീകരണത്തിൻ്റെ ബലി ഒരുക്കുകയാണ്. പലപ്പോഴും ശുദ്ധീകരണങ്ങൾ നടക്കുന്നത് സഹനത്തിലൂടെയാണ്. അത് ചില രോഗത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ പ്രകൃതിക്ഷോഭത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ മറ്റ് പല രീതിയിലുള്ള വലിയ തകർച്ചയിലൂടെ ആയിരിക്കാം. കർത്താവ് ശുദ്ധീകരിക്കുക, അഗ്നിശുദ്ധി ചെയ്യുന്ന കർത്താവിനെ വിശുദ്ധ ലിഖിതം പല സ്ഥലങ്ങളിലും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഒരുപക്ഷെ സഹനങ്ങൾ നേരിടാനും നമ്മൾ തയ്യാറായിട്ടിരിക്കണം. കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ത്യാഗങ്ങൾ, സഹനങ്ങൾ, രോഗങ്ങൾ, പീഡനങ്ങൾ, പ്രകൃതിക്ഷോഭം തുടങ്ങിയ
പല ശുദ്ധീകരണ പ്രക്രിയകളിലൂടെയും കടന്നു പോകാനും നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുമൊക്കെ ഇപ്രകാരമുള്ള വലിയ സഹനങ്ങൾ, ത്യാഗങ്ങളൊക്കെ മനുഷ്യൻ അനുഭവിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതൊരു ശുദ്ധീകരണ പ്രക്രിയയാകാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ ഒരുപക്ഷെ ദൈവം നടത്താനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും ധൈര്യമായി ഇരുന്നു കൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് വരുന്ന എന്ത് കാര്യവും സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള ധൈര്യം സംഭരിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നിശബ്ദമായ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവവുമായിട്ടുള്ള ആഴമായൊരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ കർത്താവ് ഇപ്രകാരം ബലികളൊരുക്കുമ്പോൾ, നമ്മളെയൊക്കെ ശുദ്ധീകരിക്കുവാനുള്ള ചില ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ, ശുദ്ധീകരണ പ്രക്രിയയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി കർത്താവ് മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുകയാണ്. തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അതിഥികളായി നമുക്ക് എത്തപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൻ്റേതായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, പാപത്തിൻ്റെ സുഖങ്ങൾ നമ്മൾ ശരീരത്തെ, മനസ്സിനെ ഒക്കെ നമ്മുടെ ആത്മാവിനെയൊക്കെ മലിനപ്പെടുത്തി ഈ ലോകത്തിൻ്റെ തലങ്ങളിൽ സഞ്ചരിച്ച ആ തലങ്ങളുമൊക്കെയായി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ചില ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവ് ഒരു ബലിയൊരുക്കിയിരിക്കുന്നു, തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിൽ ഇതുപോലെയുള്ള സഹനങ്ങളിലൂടെയോ വേദനകളിലൂടെയോ രോഗങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ഇപ്രകാരം ചിന്തിക്കണം: എന്നെ ശുദ്ധീകരിക്കുന്ന നിമിഷങ്ങളാണെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതലായി അടുത്തിരിക്കേണ്ട നിമിഷങ്ങളാണെന്ന്. ഇപ്രകാരമുള്ള ശുദ്ധീകരണ കർമ്മത്തിലൂടെ ദൈവം കടത്തിവിട്ട് ദൈവത്തോട് ചേർത്ത് നിർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദമായിരുന്ന് കർത്താവിൻ്റെ ആസന്നമായ ദിനത്തിന് വേണ്ടി നമുക്കും ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, ജീവിതങ്ങളെ നവീകരിക്കാം. ഇനി നമുക്ക് മറ്റൊന്നും ലക്ഷ്യമില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കടന്നു വരുമ്പോൾ, ഇല്ലെങ്കിൽ ഇന്നോ നാളെയോ ദൈവം അവിടുത്തെ സന്നിധിയിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ഒരുക്കമുള്ള വ്യക്തിയായി മറ്റുള്ളവരോടൊക്കെ ക്ഷമിച്ച് പുറത്ത് ത്യാഗത്തിലൂടെ കടന്നുപോയി ശുദ്ധീകരിച്ച് ഒരുങ്ങിയിരിക്കുന്ന ഒരു മകനായ മകളായി നമ്മളെ ദൈവം കാണുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.